പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ അള്ളാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കണമെന്ന് ആമുഖമായി എന്നോട് നിങ്ങളോട് വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖീങ്ങളായി ജീവിക്കാനും മുസ്ലിമായി മരിക്കാനുമുള്ള നല്ല തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, ആദരവായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ചുരുക്കം ചില സ്വഹാബികളും കൂടി ഒരു പ്രദേശത്തൂടെ നടന്നു പോകുമ്പോൾ ആ സ്ഥലത്തെ ചൂണ്ടിക്കൊണ്ട് നബിയോടൊപ്പം ഉണ്ടായിരുന്ന രണ്ട് സഹാബാക്കൾ പരസ്പരം സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇതാണ് ആ സ്ഥലം, ഇതാണ് ആ സ്ഥലം, മറ്റേ പുള്ളി ഇവിടെയാണ് റസൂലിൻ്റെ അടുക്കിലേക്ക് പല ആവർത്തി വന്നത്. മായിസ് എന്ന് പറയുന്ന വ്യക്തി ഈ സ്ഥലത്ത് വെച്ചാണ് ഒരു തിരുവ് പെട്ടിയെ പോലെ എറിഞ്ഞു കൊല്ലപ്പെട്ടത്. അയാളൊരു മണ്ടൻ തന്നെയാണ്. എത്ര വലിയ മണ്ടത്തരമാണ് ആ മനുഷ്യൻ കാണിച്ചത്. പല ആവർത്തി നബിയുടെ മുമ്പിലേക്ക് വരികയും ഒടുവിൽ ഒരു തെരുവ് പട്ടിയെ പോലെ ഇവിടെ വെച്ച് അയാൾ എറിഞ്ഞു കൊല്ലപ്പെടുകയും ചെയ്തു എന്ന്. കുറച്ചുകൂടി മുന്നോട്ട് പോയി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഴിയിൽ ജീർണിച്ച ഒരു കഴുതയുടെ ജഡം കണ്ടു. റസൂൽ ആ രണ്ടു പേരോടും പറഞ്ഞു, പറഞ്ഞവനോടും കേട്ടവനോടും റസൂൽ പറഞ്ഞു, ഫക്കുലാ മിൻ ഹാദാ, നിങ്ങളിത് കഴിച്ചോളൂ, ഇത് ഭക്ഷണമാക്കിക്കോളൂ എന്ന് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൻമിൻ ജീഫത്തിൽ ഹിമാരി യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, ചത്ത് ജീർണിച്ചു പോയ കഴുതയുടെ ഇറച്ചി അത് ഞങ്ങൾ കഴിക്കണോ എന്ന്. പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇത് കഴിക്കുന്നതാണ് നിങ്ങൾ നേരത്തെ പറഞ്ഞതിനേക്കാളും എത്രയോ ഭേദമെന്ന് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊരാളെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞതും കേട്ടതുമായ മോശമായ വാക്കുകളുണ്ടല്ലോ, വസ്തുതയാണ്, നിങ്ങൾ പറഞ്ഞത് യാഥാർത്ഥ്യമാണ്, പക്ഷെ നിങ്ങൾ ഉപയോഗിച്ച വാക്കുകളും ആ പരിഹാസവുമൊക്കെ വളരെ മോശമാണ്. നിങ്ങൾക്കൊരു യാഥാർത്ഥ്യം അറിയുമോ? മായിസ് ഇബ്നു മാലിക്, അദ്ദേഹം ഒരുപക്ഷെ ഈ സമയത്ത് സ്വർഗീയ നദികളിൽ ഏതെങ്കിലും ഒരു നദിയിൽ നീന്തി തുടിക്കുന്നുണ്ടായിരിക്കുമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ ഈ ഒരു സംഭവത്തിൽ ഒരു വളരെ പ്രധാനപ്പെട്ട സന്ദേശം എന്നുള്ളത് നമ്മുടെ വാക്കുകൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അവരെന്നെ വേദനിപ്പിക്കുന്ന വാക്കുകൾ പറയാൻ പാടില്ല എന്നും അങ്ങനെയുള്ള വാക്കുകൾ കേൾക്കുന്നത് പോലും കുറ്റകരമാണ് എന്നത് പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ്. അതിനൊക്കെ ഉപരിയായിട്ട് ഈ മായിസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു അദ്ദേഹം ജീവിതത്തിൽ നടത്തിയിട്ടുള്ള ഒരു തൗബയുണ്ട്. അദ്ദേഹത്തിന് തെറ്റുപറ്റിപ്പോയി. അദ്ദേഹം ഒരു സ്ത്രീയുമായി ഒരു അവിഹിത ബന്ധം സ്ഥാപിച്ചു, വ്യഭിചാരത്തിൽ ഏർപ്പെട്ടു പോയി. ആ കുറ്റബോധം ആ മനുഷ്യനെ വേട്ടയാടി പ്രവാചകന്റെ മുമ്പിലേക്ക് വന്നിട്ട്, റസൂലെ, എന്നെ വിശുദ്ധീകരിക്കണം, അല്ലാഹുവിന്റെ റസൂൽ, എന്നെ ശുദ്ധീകരിക്കണം, എൻ്റെ പാപത്തിന്റെ കറ കഴുകിക്കളയും, എന്നെ ശിക്ഷിക്കണമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവശ്യപ്പെടുന്നുണ്ട്. റസൂൽ മടക്കി വിട്ടു, കൂടുതൽ വിശദീകരണം ചോദിച്ചില്ല. റസൂൽ മടങ്ങിപ്പോകാൻ പറഞ്ഞു മായിസിനോട്, പോട്ടെ, ജീവിക്കട്ടെ മനുഷ്യൻ, പാവങ്ങൾ ചെയ്തെങ്കിൽ പശ്ചാത്താപത്തിന്റെ കവാടം അവന് മുമ്പിൽ അടക്കപ്പെട്ടിട്ടില്ല, അവൻ സ്വകാര്യമായി റബ്ബിനോട് ചോദിക്കട്ടെ എന്ന് റസൂൽ കണക്കാക്കി. പക്ഷെ അയാൾക്കത് തൃപ്തിയല്ല. മായിസ് ഇബ്നു മാലിക് പിന്നെയും റസൂലിന് മുമ്പിൽ വന്നു, റസൂലെ, എന്നെ ഒന്ന് ശുദ്ധീകരിക്കണം, ഞാൻ തെറ്റ് ചെയ്തിരിക്കുന്നു, എന്നെ ശിക്ഷിക്കണം നബി എന്ന്. റസൂൽ പറഞ്ഞു, മായിസ് നീ പൊക്കോളാൻ പറഞ്ഞു. മായിസിനെ പിന്നെയും മടക്കി വിട്ടു. പക്ഷെ മടങ്ങിപ്പോയിട്ടും അയാൾ തൃപ്തനല്ല. അദ്ദേഹം പിന്നെയും മടങ്ങി വന്ന് റസൂലിനോട് പറഞ്ഞു, റസൂൽ, എന്നെ ശിക്ഷിക്കണം, ഞാൻ തെറ്റ് ചെയ്തിരിക്കുകയാണ് എന്ന്. എന്താ നീ ചെയ്ത് തെറ്റ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ വ്യഭിചാരത്തിൽ ഏർപ്പെട്ടു, വിവാഹിതനായ ഞാൻ ഒരു വ്യഭിചാരത്തിൽ ഏർപ്പെടുമ്പോൾ കിട്ടാവുന്ന ശിക്ഷയുടെ മാക്സിമം എന്നിൽ നൽകണം റസൂൽ എന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. റസൂൽ പറഞ്ഞു, ഇയാളൊന്ന് പരിശോധിക്ക്. സഹാബത്തിനോട് പറഞ്ഞു, മായിസിനൊന്ന് പരിശോധിക്ക്, എന്തെങ്കിലും ലഹരിയുടെ ഒരു അവസ്ഥയിലാണോ സംസാരിക്കുന്നതെന്ന് പരിശോധിക്കണം, അല്ലെങ്കിൽ ബുദ്ധിപരമായി എന്തെങ്കിലും ബുദ്ധിമുട്ട് അദ്ദേഹത്തിന് നേരിടുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. ഇല്ല, അദ്ദേഹത്തിന് മാനസികമായ പ്രശ്നങ്ങളില്ല, അദ്ദേഹം ലഹരി ഉപയോഗിച്ചിട്ടില്ല, സ്വബോധത്തോടുകൂടി തിരിച്ചറിവോടുകൂടി തന്നെ പറയുന്ന കാര്യമാണ് എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞപ്പോൾ റസൂലുള്ളാഹി ഹദ് നടപ്പിലാക്കാൻ പ്രഖ്യാപിച്ചു. അങ്ങനെ മായിസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിനെ എറിഞ്ഞു കൊല്ലപ്പെടുകയുണ്ടായി. അതാണ് അവർ പിന്നെ പറഞ്ഞത്, അതാണ് പിന്നെ അവർ പറഞ്ഞത്, തെരുവ് പട്ടിയെ പോലെ എറിഞ്ഞു കൊല്ലപ്പെട്ടു എന്ന്. പക്ഷെ ആ തൗബ, ആ പശ്ചാത്താപം പടച്ചവൻ സ്വീകരിച്ചത് കൊണ്ടാണ് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സ്വർഗീയ നദികളിൽ ഇപ്പോഴും മായിസ് നീന്തി തുടിക്കുന്നുണ്ടായിരിക്കുമെന്ന്. മനുഷ്യന്റെ സ്വാഭാവികതയാണ് അവന്റെ ഭാഗത്തും തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ സംഭവിക്കുക എന്നുള്ളത്. അത് സംഭവിക്കുമ്പോഴെല്ലാം എനിക്കൊരു നാഥനുണ്ട് എന്നും ആ റബ്ബ് ഇത് കാണുന്നുണ്ട് എന്നും ആ റബ്ബിനോട് ഞാൻ തൗബ ചെയ്യേണ്ടതുണ്ട് എന്നും മനുഷ്യൻ തിരിച്ചറിയുമ്പോഴാണ് മനുഷ്യന്റെ മഹത്വം വർദ്ധിക്കുക. അവിടെയാണ് മനുഷ്യന്റെ മഹാത്മ്യമുള്ളത്. മനുഷ്യൻ പാപം ചെയ്യുമെന്ന വിഷയത്തിൽ അള്ളാഹുവിനും തർക്കമില്ല, മലക്കുകൾക്കും തർക്കമുണ്ടായിരുന്നില്ല. മലക്കുകളോട് ആലോചിച്ചപ്പോഴും മനുഷ്യരുടെ വിഷയത്തിൽ മലക്കുകൾ പറഞ്ഞ, അള്ളാഹു എന്തിനാണ്
അവർ വലിയ കുഴപ്പക്കാരാണ്. ഭൂമിയിൽ ചോർപ്പുഴകൾ ഒഴുക്കും. അവർ പരസ്പരം കയ്യാങ്കളി നടത്തും, അക്രമങ്ങൾ അഴിച്ചുവിടും, യുദ്ധങ്ങൾ കൊണ്ട് ഭൂമിയെ നിറയ്ക്കും, ഭൂമിയിൽ ഒരുപാട് കുഴപ്പങ്ങളും ചിത്രതകളും ഉണ്ടാക്കും. അവർ വലിയ കുഴപ്പക്കാരാ അല്ലാഹുവേ എന്നാണ് മലക്കുകൾ പറയുന്നത്. റബ്ബിനറിയാത്ത കാര്യമാണോ അത്? റബ്ബിനറിയാത്ത കാര്യമല്ലോ, റബ്ബിനും അറിയാവുന്ന കാര്യമാണ്. അള്ളാഹുവിന് വേണ്ടത് ഭൂമിയിൽ അത്തരം ഒരു പടപ്പുകളാ. മനുഷ്യൻ പാപങ്ങൾ ചെയ്തു പോകുമ്പോഴും ആ പാപിയായ മനുഷ്യനെ മഹാനാക്കുന്നത് അവന്റെ തൗബയാണ്. എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. ഒരു മനുഷ്യൻ പാപം ചെയ്യുക എന്നുള്ളത് സ്വാഭാവികത. ഏതൊരു മനുഷ്യനും പാപം ചെയ്യും. കുളിമുറിയിൽ എല്ലാവരും നഗ്നരാണെന്ന് പറയും പോലെയാണ് ഏതൊരു മനുഷ്യനും. പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞാൽ ഒരാൾക്കും കല്ലെടുക്കാൻ അർഹതയുണ്ടാവില്ല. എല്ലാ മനുഷ്യനും ഒളിഞ്ഞോ തെളിഞ്ഞോ എന്തെങ്കിലും തെറ്റുകൾ ചെയ്തിട്ടുള്ളവരാണ്, തെറ്റുകളുമായി ബന്ധപ്പെട്ട് ജീവിച്ചു പോയവരാണ്. പക്ഷെ ആ തെറ്റുകളെല്ലാം അവന് സ്വകാര്യമായി റബ്ബിനോട് പറയാനും അത് മാപ്പിരക്കാനും അള്ളാഹുവിനോട് പൊറുക്കൽ ചോദിച്ച് അതിനെ പശ്ചാത്തപിച്ചതിൽ നിന്ന് മടങ്ങാനുമുള്ള അവസരം ഭൂമിയിലുണ്ട്. അതാണ് ഏറ്റവും മനോഹരമായത് മനുഷ്യ ജീവിതത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത. അതാ റസൂല് പറഞ്ഞത്, എല്ലാവരും പാപം ചെയ്യും, പാപം ചെയ്യുന്നതിൽ ഏറ്റവും ഉത്തമൻ പശ്ചാത്തപിക്കുന്നവരാണെന്ന്. അങ്ങനെ പശ്ചാത്തപിക്കുന്ന ഒരു മനുഷ്യന് പാപം ചെയ്യാത്തവനെ പോലെ പരിശുദ്ധനാണ് എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. അവിടെയാണ് മായിസിന്റെ പരിശുദ്ധി റസൂൽ വിശദീകരിക്കുന്നത്. ഇവിടെ ഞാനിത് പറയുന്നതിന്റെ കാര്യം, പ്രധാനമായി നമ്മൾ കുറെ കാര്യങ്ങൾ അവസാന നിമിഷത്തിൽ, വിശുദ്ധ റമദാന്റെ അവസാന നിമിഷത്തിൽ നമ്മൾ ഇനി വളരെ ജാഗ്രതയോടെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യമാണ് ഇസ്തിഗ്ഫാർ എന്നുള്ളത്. ഇനി വലിയ സമയം നമുക്കില്ല, വലിയ സമയം നമ്മുടെ മുമ്പിലില്ല. ഇനി വളരെ കുറഞ്ഞ സമയം മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ. ഈ സമയങ്ങൾ, ഇനി കടന്നു പോകുന്ന നിമിഷങ്ങളിലാണ് നമ്മൾ അധികമായി ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട മേഖലയാണ് ഇസ്തിഗ്ഫാർ. പാപമോചനം ചോദിച്ചുകൊണ്ടേയിരിക്കണം, ഇസ്തിഗ്ഫാറുകൾ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കണം. അല്ലാതെ എല്ലാം ഇന്നലെ അവസാനിച്ചു, ഇന്നലെ രാത്രിയോടെ എല്ലാം അവസാനിച്ചിട്ടുണ്ട്, പിന്നെ ഇന്ന് ജുമുഅ ആയതുകൊണ്ട് ഈ വെള്ളിയാഴ്ച പകൽ കൂടി ഈ ജുമുഅ കൂടി പരിഗണിച്ച് ജുമുഅയും കഴിഞ്ഞിറങ്ങിയാൽ ഈ റമദാൻ ഇവിടെ തീർന്നു എന്നുള്ളൊരു മുൻവിധി ഉണ്ടല്ലോ, അത് തികച്ചും അബദ്ധമാണ്, അബദ്ധവുമാണ്. നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നുണ്ട് പല ആൾക്കാർ. 27-ാം രാവ് എന്നൊരൊറ്റ രാവ്, ആ ഒരു രാവെ ഹയാത്താക്കിയാൽ റമദാൻ മുഴുവൻ കിട്ടിയെന്നതുപോലെ അത് ലൈലത്തുൽ ഖദറാണെന്ന മുൻവിധിയോടുള്ള സമീപനവും നമുക്കിടയിൽ കണ്ടുവരുന്നുണ്ട്. നാടൊട്ടാകെ അതിനെന്ത് ഒരു പ്രോത്സാഹനം നൽകപ്പെടുന്നുണ്ട്. അത് വലിയ അബദ്ധമാണ് എന്ന് മനസ്സിലാക്കുക. റസൂല് പഠിപ്പിച്ചത് എന്താണ്? ലൈലത്തുൽ ഖദർ എന്നൊരു രാത്രി ഉണ്ട് എന്നതിൽ തർക്കമുണ്ട്. അതെപ്പോഴാണെന്ന് എനിക്കറിയില്ല, എനിക്ക് അറിയിപ്പ് കിട്ടിയിരുന്നു, പക്ഷെ ഞാൻ മറന്നുപോയി. നിങ്ങൾക്കത് ഹൈറായിരിക്കാം, അതുകൊണ്ട് നിങ്ങൾ അവസാന 10 ഒറ്റപ്പെട്ട രാത്രികൾ അന്വേഷിക്കൂ എന്ന് അവസാനം അതിൽ താഴെ ഇറങ്ങിയില്ല റസൂൽ. ഇറങ്ങാതെ റമദാനിലാണ് എന്ന് പറഞ്ഞു, റമദാനിൽ അവസാന 10 നിങ്ങൾ അന്വേഷിക്കൂ എന്ന് പറഞ്ഞു, അവസാന 10 ഒറ്റപ്പെട്ട രാത്രികളിലാണ് കൂടുതൽ ശ്രദ്ധേയം പരിഗണിക്കേണ്ടതെന്നും പറഞ്ഞു. അതിൽ താഴെ റസൂൽ ഇറങ്ങിയിട്ടില്ല. എന്നിട്ട് റസൂൽ പറഞ്ഞത് അത് നിങ്ങൾക്ക് ഹൈറായേക്കാം, അതായിരിക്കും നിങ്ങൾക്ക് ഹൈർ എന്ന് റസൂല് പറയുമ്പോ നമ്മൾ ഇവിടെ ആ ഹൈറിനെ മുകളിലായിട്ട് ചില അഭിപ്രായങ്ങൾ ഏകീകരിച്ചിട്ട് നമ്മുടെ ചില നിഗമനങ്ങളിലൂടെ നമ്മൾ എത്തിയിട്ട് 27-ാം രാവാണ് എന്ന് ക്ലിപ്തപ്പെടുത്തിയപ്പോ ഈ ഉമ്മത്തിന് പറ്റിയ പിഴവെന്താണ്? മറ്റൊരു രാത്രിയും അവർ ഉറക്കമഴിക്കാറില്ല, മറ്റൊരു രാത്രിയും അധികമായി നമസ്കരിക്കാറില്ല, എല്ലാ രാത്രികളും സുഖമായി ഉറങ്ങി, ഒരു അമലും ഇല്ല. 27-ാം രാവാകുമ്പോൾ എല്ലാ പള്ളികളും സജീവം, എല്ലാ പള്ളികളും നിറഞ്ഞ ആൾക്കാരാണ്. ആ ഒരൊറ്റ രാത്രി കൊണ്ട് ഈ ലൈലത്തുൽ ഖദറിന്റെ രാത്രി അങ്ങ് മുൻവിധിയോടെ നമ്മൾ സ്വീകരിക്കാമെന്ന് കണക്കാക്കി പുറപ്പെടുന്ന ആൾക്കാര് അബദ്ധമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ പടിയിറക്കമാണ്. 27-ാം രാവ് കഴിഞ്ഞ പിന്നെ പടിയിറക്കമാണ്. എല്ലാം അവസാനിപ്പിച്ച് ഇനി പെരുന്നാളിന്റെ ആഘോഷങ്ങളിലേക്ക് കടന്നു. അതുകൊണ്ട് ഇനി ഒന്നും ചെയ്യാനില്ല എന്ന മട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇല്ല, നമുക്കതിന് സമയമായിട്ടില്ല. അതിനൊന്നും നേരായിട്ടില്ല. അവസാന നിമിഷം വരെയും ശവ്വാലിന്റെ പൊൻപിറ ആകാശത്തുദിക്കുന്ന നിമിഷം വരെയും വിശ്വാസികൾ ധൃതി വെച്ച് അമലുകൾ മുന്നേറേണ്ട സമയമാണിത്. നമ്മൾ കഴിവിന്റെ പരമാവധി ഒന്നാമത്തെ കാര്യം എന്നുള്ളത് ഇസ്തിഗ്ഫാറുകൾ വർദ്ധിപ്പിക്കുക. ഈ മനുഷ്യൻ ചെയ്തു പോയ പാപങ്ങൾ മാപ്പാക്കാനും അതിലൂടെ പൊറുപ്പിക്കാനും ഈ വിശുദ്ധ റമദാനിലൂടെ സാധ്യമായില്ലെങ്കിൽ അവനേക്കാൾ നിന്നിനാരാളുള്ളത്? അല്ലാഹു മഗ്ഫിറത്തിന്റെ കവാടം മലർക്കെ തുറന്നുകൊണ്ടാണ് ഈ മാസം തുടങ്ങുന്നത് പോലും. പാപമോചനത്തിന്റെ കവാടം തുറന്നു വെച്ചിട്ട് ഈ മാസം ആരംഭിക്കുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല. അവസാന നിമിഷം വരെയും അത് തുടരുമെന്നും റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 30 രാവും 30 പകലും അല്ലാഹു തുറന്നു വെച്ച മഗ്ഫിറത്തിന്റെ കവാടങ്ങൾ, ആ കവാടങ്ങളുടെ അകത്ത് കയറിയിട്ട് പാപങ്ങൾ പൊറുപ്പിച്ച് പശ്ചാത്തപിച്ച് ഒരു മനുഷ്യൻ ശുദ്ധനാകാൻ കഴിയുന്നില്ലെങ്കിൽ അവനേക്കാൾ നിന്നിനായിട്ട് ആരാ ഉള്ളത്? അവനേക്കാൾ നിസ്സാരനായിട്ട് ആരാ ഉള്ളത് എന്ന വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നത്. എത്ര കടുത്ത പാവവും മനുഷ്യരെ നിങ്ങൾ ചോദിക്കും ഞാൻ പൊറുക്കാമെന്ന്. ഏത് കഠിനമായ
പാവം നിങ്ങൾ ചെയ്താലും ഈ മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും കഠിനമായ പാപത്തെക്കുറിച്ച് ഖുർആൻ അക്കമിടുന്നുണ്ടല്ലോ. നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും കടുത്ത പാപം ഒന്ന് ശിർക്കാണ്, അന്യായമായ കൊലപാതകമാണ്, വ്യഭിചാരമാണ്. ഇങ്ങനെ കഠിനമായ പാപങ്ങൾ ഒരു മനുഷ്യൻ ചെയ്താൽ അവൻ നരകത്തിൽ ചെന്ന് പതിക്കുക എന്നുള്ളത് സ്വാഭാവികതയാണ്. ഇരട്ടിയായി ശിക്ഷകൾ അനുഭവിക്കേണ്ടി വരും. അള്ളാഹുവിൽ പങ്കുചേർക്കുന്ന മനുഷ്യൻ, അന്യായമായി വധം നടത്തുന്ന മനുഷ്യൻ, വ്യഭിചാരത്തിൽ ഏർപ്പെടുന്ന മനുഷ്യൻ, ഇവർ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് കഠിനമായി ശിക്ഷിക്കപ്പെടും. നരകീയമായ ശിക്ഷകൾ കൊണ്ടവർ വേദനിപ്പിക്കപ്പെടുമെന്ന് വിശുദ്ധ ഖുർആൻ. ഇല്ലാ മൻ താബ വഅമില സ്വാലിഹ എന്ന് പശ്ചാത്തപിച്ചവനൊഴികെ. അള്ളാഹുവിനോട് ഈ പാപങ്ങൾ ചെയ്തത് ശിർക്കാണെങ്കിലും, ചെയ്തു പോയത് വ്യഭിചാരമാണെങ്കിലും, ചെയ്തു പോയത് കൊലപാതകമാണെങ്കിലും ശരി തന്നെ, 100 പേരെ കൊന്നവന് പോലും മാപ്പ് കൊടുത്ത കാരുണ്യവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ രാത്രികളിലും അല്ലാഹു കൈകൾ നീട്ടി കാത്തിരിക്കുന്നു. പകൽ പാപം ചെയ്തവന്റെ പശ്ചാത്താപം സ്വീകരിക്കാൻ വേണ്ടി രാത്രി കൈകൾ നീട്ടുന്നവൻ രാത്രികാലങ്ങൾ കൈകൾ നീട്ടിയിരിക്കാണ്. പകൽ പാപം ചെയ്തവന്റെ പശ്ചാത്താപം സ്വീകരിക്കാൻ വേണ്ടി, പകൽ രാത്രി പാപം ചെയ്തവന്റെ പശ്ചാത്താപം സ്വീകരിക്കാൻ വേണ്ടിയും കൈകൾ നീട്ടിയിരിക്കുന്നവൻ ഏതവസ്ഥ വരെ എന്നറിയുമോ? പടിഞ്ഞാറ് നിന്ന് സൂര്യൻ ഉദിക്കുന്ന ദിവസം വരെയും പടച്ചവൻ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. മാപ്പാക്കാൻ റബ്ബ് തയ്യാറാ. എത്ര കഠിനമായ പാപം ചെയ്തവനും, അരിങ്കൊലകൾ ചെയ്ത കഠിനമായ, നമ്മൾ പോലും വെറുക്കുന്ന മനുഷ്യരുണ്ടല്ലോ. 5ഉം 6ഉം പേരെ കൊന്നാൽ, 5ഉം 6ഉം പേരെ കൊന്ന മനുഷ്യരോട് നമുക്കുള്ളത് എന്താണ്? വെറുപ്പ്. അതിനപ്പുറത്ത് എന്താ ഉള്ളത്? നിഷ്ഠൂരമായി 5 or 6 പേരെ കൊന്നൊരു മനുഷ്യരോട് നമുക്ക് എന്താ തോന്നുക? എന്ത് വികാരമാണ് തോന്നുക? പ്രതികാരമല്ലാതെ, അയാൾ കൊല്ല ചെയ്യപ്പെടേണ്ടവനാണെന്ന് വാശി പിടിക്കാനല്ലാതെ, അയാളെ ക്രൂരമായി കൊന്നുകളയാനല്ലാതെ സമൂഹത്തിന് വരെ വിചാരമുണ്ടാവില്ല. പക്ഷെ നാഥൻ അതിന് മുകളിലാണ്. അള്ളാഹുവിന്റെ ഭൂമിയിൽ പാപം ചെയ്തവനും കൊല ചെയ്തവനെയും ശിക്ഷിക്കണം. അത് സമൂഹത്തിന്റെ പുരോഗതിക്കും നന്മയ്ക്കും വേണ്ടിയിട്ട്, സമാധാന അന്തരീക്ഷം നിലനിൽക്കാൻ വേണ്ടിയിട്ട്, അരക്ഷിതാവസ്ഥ തുടച്ചു നീക്കാൻ വേണ്ടിയിട്ട്, അതിനു വേണ്ടിയിട്ട് നടപടിയാണ്. പക്ഷേ അങ്ങനെ കൊലകൾ ചെയ്തൊരു പാവി പോലും പശ്ചാത്തപിച്ചാൽ അത് സ്വീകരിക്കാൻ റബ്ബ് തയ്യാറാണെന്ന് പറയുമ്പോ എവിടെയാ മനുഷ്യരെ കൈകൾ നമ്മൾ നീട്ടിയത്? അള്ളാഹുവിന്റെ മുമ്പിൽ കൈകൾ നീട്ടിയിട്ട് ആരാണ് യാചിച്ചത്? അള്ളാഹുവെ പൊറുക്കണേ എന്ന്. ചെയ്തു കൂട്ടിയ പാപങ്ങൾക്ക് കണക്കുണ്ടോ? ഭൂമിയിലെ മന്ദരികളുടെ കണക്കനുസരിച്ച് പാപങ്ങൾ ചെയ്തു കൂട്ടിയ മനുഷ്യനും പൊറുക്കാൻ തയ്യാറായി നാഥൻ. നിങ്ങൾ കൈകൾ നീട്ടി കാത്തിരിക്കാണ്. പടിഞ്ഞാറ് നിന്ന് സൂര്യൻ ഉദിക്കുന്ന നിമിഷം വരെയും ഓരോ വ്യക്തികളെയും സംബന്ധിച്ച് നോക്കുമ്പോ മാലം യുഗർ, തൊണ്ടക്കുഴിയിലേക്ക് റൂഹെത്തുന്ന നിമിഷം വരെയും ഓരോ വ്യക്തികളുടെ മുമ്പിലും പശ്ചാത്താപത്തിന്റെ കവാടം തുറന്നിട്ടിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രയും വലിയ അവസരമാണ്. അങ്ങനെ പശ്ചാത്തപിക്കാൻ ഒരു മനുഷ്യൻ ജീവിതത്തിൽ സാധ്യമാകുന്നതിന് ഏറ്റവും വലിയ അടുത്ത സാഹചര്യമാണ് റമദാൻ എന്നുള്ളത്. എല്ലാം അനുകൂലം. ഇവിടുത്തെ കാലാവസ്ഥ അനുകൂലമാണ്, റമദാന്റെ അന്തരീക്ഷം അനുകൂലമാണ്, സാമൂഹിക സാഹചര്യം അനുകൂലമാണ്, എല്ലാം അനുകൂലമാണ് ഒരു മനുഷ്യന് പശ്ചാത്തപിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ടും മനുഷ്യൻ റബ്ബിനോട് ചോദിക്കുന്നില്ലെന്ന് പറഞ്ഞാൽ അത് വളരെ മോശമാണ്. അതുകൊണ്ട് ഇനിയുള്ള നിമിഷങ്ങൾ, ഇനിയുള്ള സമയങ്ങൾ നമ്മൾ തിരക്ക് പിടിച്ച് ഇങ്ങനെ ജീവിതത്തിന്റെ ആഘോഷങ്ങളിലേക്ക് കടക്കാൻ വേണ്ടി വെമ്പൽ കൊണ്ട് നിൽക്കാണ്. റമദാൻ കഴിഞ്ഞു. ഈ വെള്ളിയാഴ്ച ജുമാ കൂടി കഴിഞ്ഞാൽ പിന്നെ ഇനി പെരുന്നാൾ നിസ്കാരമാണ് അടുത്ത പരിപാടി എന്ന് നമ്മൾ കണക്കാക്കുന്നത്. അതാ നമ്മൾ കണക്കാക്കുന്നത്. അബദ്ധമാണ്. അവസാനം വരെയും പോരാടാൻ, മരണം വരുന്ന നിമിഷം വരെയും പ്രവർത്തിക്കാൻ റസൂലിനോട് കൽപ്പന, നബിയെ മരണം വരുന്നത് വരെയും പ്രവർത്തിച്ചേ തീരുവെന്ന്. കണ്ടമാനം ചെയ്തു അല്ലാഹുവേ, ഇനി ചെയ്യാൻ എന്താ ഉള്ളത്? ഇനി റെസ്റ്റ് എടുക്കട്ടെ എന്ന്. അങ്ങനെ റെസ്റ്റ് ഇല്ല. അങ്ങനെ റെസ്റ്റ് എടുക്കാനുള്ള സ്ഥലം ഇതല്ല റെസ്റ്റ് എടുക്കാനുള്ള സ്ഥലം. അത് വരാനിരിക്കുന്നതേ ഉള്ളൂ. നിങ്ങൾ പണിയെടുക്കേണ്ട സ്ഥലമാണിത്. കൂലി നൽകുന്നവൻ കാത്തിരിക്കുന്നുണ്ട്. റമദാന്റെ വിഷയത്തിലോ അവസാന രാത്രിയിലാണ് കൂലി കൊടുക്കുക എന്ന് റസൂൽ പറഞ്ഞപ്പോ നബി ഇതാണോ ലൈലത്തുൽ ഖദർ എന്ന്? അല്ല, പണി കഴിഞ്ഞിട്ടല്ലേ കൂലി കൊടുക്കാറുള്ളത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് സ്വാഭാവികമായ ഒരു സിസ്റ്റം അങ്ങനെയാണല്ലോ. പണി പൂർത്തിയാകണ്ടേ? അപ്പൊ നമ്മൾ അവസാന നിമിഷം വരെയും പ്രവർത്തിക്കണം. അതിൽ ഒന്നാമത് ഏറ്റവും പ്രധാനമായിട്ട് ഇസ്തിഗ്ഫാറുകൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക, അള്ളാഹുവിന്റെ മാപ്പ് ചോദിച്ചുകൊണ്ടിരിക്കുക. റസൂൽ പറഞ്ഞു, ഞാൻ 100 തവണയാണ് ഒരു ദിനം അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യുന്നത്. നിങ്ങളും വർദ്ധിപ്പിക്കണ ഇസ്തിഗ്ഫാർ എന്ന് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത്തെ കാര്യം, ഇനി കർമ്മങ്ങൾ നമുക്കൊന്നും ആയിട്ടില്ല. നമ്മളൊന്നും ഒരുപാടങ്ങ് പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. ദാ വന്നു ദേ പോയി എന്ന് പറയും പോലെയാണ് റമദാൻ മാസം. വരുന്നു എന്ന് പറഞ്ഞിരുന്നു. നമ്മൾ വന്നതും പോയതും നമ്മൾ അറിഞ്ഞിട്ടില്ല. ഈ വലിയ ഓളമുണ്ടാക്കി, ഒരു ബഹളമുണ്ടാക്കിയ റമദാൻ വന്ന് ഇതാ വരുന്നു എന്ന് നമ്മളിങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരുന്നു. അത് വന്നു പോയപ്പോ എത്ര പെട്ടെന്നാണ് കടന്നുപോയത്, എത്ര പെട്ടെന്നാണ് റമദാൻ കടന്നുപോയത്. ഇനിയൊരു റമദാൻ നമ്മൾ ഉറപ്പില്ല എന്നൊരു സാഹചര്യം കൂടി നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ഇനിയുള്ള നിമിഷങ്ങൾ നമുക്ക് ഏറ്റവും വിലപ്പെട്ടതാണ്. ഈ കഴിവിന്റെ പരമാവധി നന്മകൾ കൊണ്ട് നിറയ്ക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം.
ധൃതി വെച്ച് മുന്നേറണം. വശാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർളുഹാ അസ്സമാവാതു വൽ അർള്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങൾ ധൃതി വെച്ച് മുന്നേറണമെന്ന്, നിങ്ങൾ ആകാശഭൂമികളുടെ വിശാലതയുള്ള സ്വർഗം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് എന്ന്, അതുകൊണ്ട് ധൃതി വെച്ച് മുന്നോട്ട് വരൂ എന്ന് പറയുമ്പോൾ ഉഹുദിന്റെ രണാങ്കണത്തിൽ യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങിയ ശഹാബാക്കളെ ഉപദേശിക്കുമ്പോൾ ഒരു ശഹാബി എഴുന്നേറ്റ് വന്ന റസൂലിന്റെ മുമ്പിലേക്ക്, റസൂലേ ഞാൻ കൊല്ലപ്പെടുകയാണെങ്കിൽ, അദ്ദേഹം ഈന്തപ്പഴം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ കൊല്ലപ്പെടുകയും നബിയെ ഞാൻ എവിടെയായിരിക്കുമെന്ന് ചോദിക്കുമ്പോൾ നീ സ്വർഗത്തിലാണെന്ന് പറഞ്ഞു. കയ്യിലിരുന്ന ഈന്തപ്പഴങ്ങൾ വലിച്ചെറിഞ്ഞിട്ട് ആ മനുഷ്യൻ യുദ്ധക്കളത്തിലേക്ക് ചാടിയിറങ്ങി, ശത്രുക്കളോട് പോരാടി അയാൾ രക്തസാക്ഷിയായി അവിടെ വീണു എന്ന് ചരിത്രം കാണാൻ കഴിയുന്നുണ്ട്. അത്രയും വെമ്പൽ കൊണ്ട് നന്മയിലേക്കും പടച്ചവനിലേക്കും അടുക്കാൻ വേണ്ടിയിട്ട് ഒരു മനുഷ്യൻ നടത്തുന്ന മത്സരം, അങ്ങനെ മത്സരം നടത്തിയിട്ടുണ്ട് സഹാബാക്കൾ. ഓരോ രംഗത്തും നന്മയുടെ പ്രവർത്തിക്കുന്ന വിഷയത്തിൽ മത്സരങ്ങളായിരുന്നു അവർ നടത്തിയത്. അവിടെ മത്സരം, നമ്മൾ ദുനിയാവിന്റെ വിഷയത്തിലാണ് മത്സരിക്കുന്നത്. അവനേക്കാൾ എനിക്കുണ്ട്, അവനേക്കാൾ എനിക്ക് നേടണം. ശവകുടീരങ്ങൾ സന്ദർശിക്കുമ്പോഴും മനുഷ്യന്റെ ഈ കിടമത്സരമുണ്ടല്ലോ, അത് നടന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ മത്സരിക്കുക, അവനേക്കാൾ എനിക്ക് വേണം, എന്റെ മക്കൾക്ക് അതിനേക്കാൾ വലിയ വിദ്യാഭ്യാസം വേണം, എന്റെ മക്കൾ അവനേക്കാൾ വലിയ ജോലിയിൽ ഇരിക്കണം. അങ്ങനെ നമ്മളിങ്ങനെ മത്സരിക്കാണ്. സമ്പത്തിന്റെ വിഷയത്തിലും സന്താനങ്ങളുടെ വിഷയത്തിലും മത്സര ബുദ്ധിയോടുകൂടി മനുഷ്യൻ നടത്തുന്ന കിടമത്സരങ്ങൾക്ക് ആയുസ് എവിടെ വരെ എന്നറിയുമോ? കബറിടം വരെ മാത്രമാണെന്ന് വിശുദ്ധ ഖുർആൻ. ഈ മനുഷ്യ നീ ദുനിയാവിന്റെ പിറകെ മോഹിച്ചോടുമ്പോ ആ മോഹം നിന് എത്രത്തോളം ഉണ്ടെന്നറിയുമോ? ഒരു പർവ്വതം മുഴുവനും സ്വർണ്ണമാക്കി നൽകിയാലും ഒന്നുകൂടി കിട്ടട്ടെ എന്നല്ലാതെ മനുഷ്യൻ, ഒരു ശരാശരി മനുഷ്യൻ പിന്നെ മാറി ചിന്തിക്കില്ല എന്ന്, ഒന്നുകൂടി മോഹിക്കുമെന്ന്. അത് ശരാശരി മനുഷ്യന്റെ നിലവാരമാണ്. അത്തരം നിലവാരത്തിലേക്ക് ഒരു മുഅ്മിൻ തരം താഴാൻ പാടില്ല. ഒരു വിശ്വാസി അല്ലാഹുവിന്റെ അടുക്കലേക്ക് പോകേണ്ടവനാണ്. അങ്ങനെയുള്ള ഒരു ശരാശരി മനുഷ്യന്റെ ആർത്തിക്ക് അവസാനം ഇടുന്നത് അവന്റെ വായിലേക്ക് വിടുന്ന മണ്ണുകളാണെന്ന്, അവനെ കബറിൽ വെക്കുമ്പോഴാണ് അവന്റെ ആർത്തി അവസാനിക്കുക എന്ന് വിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ദുനിയാവിന്റെ വിഷയത്തിലല്ല മത്സരം വേണ്ടത്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ചോദിച്ചു സഹാബത്തിനോട്, മൻ അസ്ബഹ മിൻകും യൗമ സൈമ, ആരാ ഇന്ന് നോമ്പുകാരനായിട്ട് പ്രഭാതത്തിൽ നേരം വെളുപ്പിച്ചത് എന്ന്, ആരാ ഇന്ന് നോമ്പെടുക്കുന്നത് എന്ന്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി എനിക്ക് നോമ്പാണ് എന്ന്. റസൂൽ അടുത്ത് ചോദിച്ചു, നിങ്ങൾ നിന്ന് ആരാണെന്നൊരു മയ്യത്തിന്റെ പരിപാലനത്തിൽ പങ്കെടുത്തത്? നിങ്ങൾ നിന്ന് ആരാണെന്നൊരു മയ്യത്ത് പരിപാലനത്തിൽ പങ്കെടുത്തത് എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ ഞാൻ ഇന്ന് മയ്യത്ത് ജനാസയിൽ പങ്കെടുത്തിട്ടുണ്ട് എന്ന്. എന്ന് ചോദിച്ച റസൂൽ അടുത്ത് ചോദിക്കുന്നു, എന്നാൽ ഇന്നത്തെ ദിവസം നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണെന്ന് രോഗിയെ സന്ദർശിച്ചത് എന്ന്. നിങ്ങളുടെ കൂട്ടത്തിൽ രോഗിയായി കിടന്ന ആളിനെ സന്ദർശിച്ചത് ആരാണെന്ന് ചോദിക്കുമ്പോൾ നബിയെ ഞാൻ രോഗിയെ സന്ദർശിച്ചിട്ടുണ്ട് എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. റസൂൽ ഇന്നൊരു സാധുവിന്, ഒരു അഗതിക്ക് ആഹാരം കൊടുത്തവൻ ആരാണെന്ന് ചോദിച്ചപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി ഞാൻ കൊടുത്തിട്ടുണ്ട് എന്ന്. അങ്ങനെ എന്ത് ചോദിച്ചാലും മറുപടി പറയാൻ ഒരാള്. നോമ്പുകാരനാണോ? നോമ്പുകാരനാണ്. ജനാസയിൽ പങ്കെടുത്തോ? ജനാസയിൽ പങ്കെടുത്തിട്ടുണ്ട്. രോഗസന്ദർശനം നടത്തിയോ? അതും ചെയ്തിട്ടുണ്ട്. അഗതിക്ക് ആഹാരം ഇട്ടോ? അതും ചെയ്തിട്ടുണ്ട്. അമലുകൾ എത്രയും ചെയ്തിട്ടും അദ്ദേഹം പറഞ്ഞു എന്താണെന്നറിയുമോ? ഇത്രയും അമൽ ജീവിതത്തിൽ നിഷ്ഠയോടെ ഓരോ ദിവസവും ഒരു മത്സര കളരി പോലെ അമലുകൾക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടും ആ മനുഷ്യൻ പറഞ്ഞത്, ഒരു ചില്ലയിൽ നിന്ന് പാറിപ്പറന്നു പോയ പക്ഷിയെ നോക്കിയിട്ട്, പക്ഷി ഞാനും നിന്നെ പോലെ ആയിരുന്നെങ്കിൽ എന്നാണ്. ഒരു കുഞ്ഞിക്കിളിയെ നോക്കിയിട്ട് ഒരു മരത്തിൽ നിന്ന് പറന്ന് അടുത്ത ചില്ലയിൽ പോയി അവിടെ നിലകൊത്തി, അവിടെ നിന്ന് പറന്ന് ഇപ്പുറത്തൊന്ന് ചെറിയ കായ് കൊത്തിയെടുത്ത് ഇങ്ങനെ പറന്നു പോകുന്ന പക്ഷിയെ കണ്ടിട്ട്, കുഞ്ഞിക്കിളിയെ ഞാനും നിന്നെ പോലെ ആയിരുന്നെങ്കിൽ ഇന്നെങ്ങനെ ഇഷ്ടം പോലെ പറക്കാമായിരുന്നു, ഇഷ്ടപ്പെട്ടത് തിന്നാമായിരുന്നു. പടച്ചവൻ കണക്ക് ചോദിക്കില്ലല്ലോ എന്ന്. പക്ഷെ അബൂബക്കറിന് കണക്ക് പറയണമല്ലോ എന്ന്. അബൂബക്കർ കണക്ക് പറയണമല്ലോ എന്ന്. ജീവിതത്തിൽ കിട്ടുന്ന ഒരു നിമിഷം പോലും പാഴാക്കാതെ കഴിവിന്റെ പരമാവധി സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കാൻ വേണ്ടി മാറ്റിവെക്കുന്നതിൽ മത്സരബുദ്ധി കാണിച്ചൊരു മനുഷ്യന്റെ വിനയം. അങ്ങനെ അവർ നിന്നത്. അതുകൊണ്ട് അവർക്ക് പിന്നെയും പ്രവർത്തിക്കാൻ കഴിഞ്ഞത്. പക്ഷെ നമുക്ക് 27 അങ്ങ് ഹയാത്താക്കിയപ്പോ എല്ലാം ആയിട്ടുണ്ട്. ഇനി സ്വർഗത്തിൽ ജന്നാത്തുൽ ഫിർദൗസിൽ വെച്ച് കാണാം എന്ന മട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. അതാണ് നമ്മുടെ ആത്മവിശ്വാസം. അത് പാടില്ല. പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും മനുഷ്യരെ. വലാ തമുത്തുന്ന ഇല്ലാ വഅന്തും മുസ്ലിമൂൻ എന്ന്, മുസ്ലിമായിട്ടല്ലാതെ മരിക്കരുത് എന്ന് മക്കളോട് ഉപദേശിച്ചു. യാക്കൂബ് നബി അലൈഹിസ്സലാം, മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം, അവർ മുസ്ലിങ്ങളല്ലേ? അവർ മുസ്ലിങ്ങളായിരുന്നു. അവരുടെ ആപ്പമാർ പഠിപ്പിച്ച വേദം പഠിച്ചവരായിരുന്നു. ആ മാർഗത്തിലൂടെ ജീവിക്കുന്നവരായിരുന്നു. ആ ജീവിതത്തിന്റെ അവസാനവും ഇസ്ലാമിലാകണം എന്നത് വസിയത്തായി വെക്കുമ്പോ, ഇന്നിങ്ങനെ ജീവിച്ചതുകൊണ്ട്, കുറച്ച് നോമ്പെടുത്തത് കൊണ്ട് അവസാനം വരെയും നമ്മൾ പരിശ്രമിക്കാതിരുന്നാൽ വഴിതെറ്റിപ്പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. നല്ലൊരു മരണം പോലും കിട്ടാതെ ദുർമരണത്തിലേക്ക് അവസാനിക്കാൻ സാധ്യത കൂടുതലാണ്. ഈമാനില്ലാത്ത മരിക്കാനുള്ള സാധ്യതകളും കൂടുതലാണ്. അതുകൊണ്ട് മുസ്ലിമായി ജീവിക്കുന്നതിൽ മനുഷ്യൻ നടത്തുന്ന പരിശ്രമവും ആവേശവുമാണ് മുസ്ലിമായി മരിക്കാനുള്ള
നടക്കാനുള്ള അവസരം തൗഫീഖും അവനിലേക്ക് എത്തിക്കുന്നത്. അതുകൊണ്ടാണ് അവർ വസീയത്ത് ചെയ്തത് മക്കളോട്. യാക്കൂബ് നബി അലൈഹിസ്സലാമും ഇബ്രാഹിം നബി അലൈഹിസ്സലാമും മരണക്കിടക്കയിൽ പോലും മക്കളോട് പറഞ്ഞത് വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, മക്കളെ മുസ്ലിമായിട്ടല്ലാതെ നിങ്ങൾ മരിക്കരുത് എന്ന്. മുസ്ലിമായി മരിക്കണമെങ്കിൽ മുസ്ലിമായി നമ്മൾ ജീവിക്കണം. അതുകൊണ്ട് ആ അമലുകളുടെ വിഷയത്തിൽ ഈ മത്സര ബുദ്ധി ഉണ്ടല്ലോ, അത് അവസാനിപ്പിക്കാൻ പാടില്ല. റമദാനിൽ അതിനുള്ള നിമിഷങ്ങളിൽ കഴിവിന്റെ പരമാവധി ഒരു കാറ്റുപോലെ സുഹൃതങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കണം. നമ്മൾ കടന്നു പോകുന്ന വഴിയിലെല്ലാം എല്ലാവരെയും തലോടി എല്ലാവർക്കും തണുപ്പും സുഖവും നൽകി കടന്നു പോകുന്ന അടിച്ചു വീശുന്ന ഒരു കാറ്റിനെ പോലെ മനുഷ്യരെ ഓരോ നിമിഷവും എന്ന് കടന്നു പോകുന്ന നിമിഷങ്ങൾ നമ്മൾ നോക്കുന്ന നന്മയായിരിക്കണം, നമ്മൾ തൊടുന്നത് നന്മയായിരിക്കണം, നമ്മൾ വിതരണം ചെയ്യുന്ന നന്മയായിരിക്കണം. അങ്ങനെ നമ്മൾ കടന്നു പോകുന്നതും പറയുന്നതും ചൊല്ലുന്നതും കാൽ വെക്കുന്നതുമൊക്കെ നന്മയാക്കി മാറ്റുന്ന അവസാന നിമിഷങ്ങൾ അതായിരിക്കണം. ഇനി അങ്ങോട്ട് എന്ത് ചെയ്താലും നന്മ വരണം, അതിൽ അങ്ങനെ വിതറിക്കൊണ്ടേയിരിക്കണം. അതിലൊക്കെ നമുക്ക് നേട്ടം ഉണ്ടാകും. ആ നന്മകളെ നമുക്ക് അവശേഷിക്കൂ, ആ നന്മകളെ ബാക്കിയാകൂ. ഇന്നാ നഹ്നു നുഹ്യിൽ മൗതാ വനക്തുബു മാ ഖദ്ദമു വആസാറഹും വകുല്ല ശൈഇൻ അഹ്സനാഹു ഫീ ഇമാമിൻ മുബീൻ. നിങ്ങൾ അങ്ങനെ ചെയ്യുന്ന നന്മകൾ ഉണ്ടല്ലോ, അതിന്റെ അടയാളങ്ങൾ പോലും, നിങ്ങൾക്ക് എടുത്തു വെക്കുന്ന കാൽപെരുമാറ്റം പോലും, ആ കാലിന്റെ ചുവട്ടടികൾ പോലും രേഖയാക്കപ്പെടും അല്ലാഹുവിന്റെ അടുക്കൽ. നിങ്ങൾ തൊട്ടുവെച്ചതും നിങ്ങൾ കൈ നീട്ടിയതും നിങ്ങൾ നോക്കി വെച്ചതുമൊക്കെ, നിങ്ങളുടെ നാവിൽ നിന്ന് വീണ വാക്കുകൾ പോലും ആ നന്മകൾ കൃത്യമായി രേഖയാക്കപ്പെടും. വ്യക്തമായ ഒരു ഏടിൽ കൃത്യമായി രേഖപ്പെടുത്തും. അതൊക്കെ ഉണ്ടാവും, നിങ്ങളുടെ അടയാളങ്ങൾ പോലും ഉണ്ടാവും. നിങ്ങൾ പള്ളിയിലേക്ക് നടന്നിട്ടുണ്ടെങ്കിൽ ആ കാൽപെരുമാറ്റം അള്ളാഹുവിന്റെ അടുക്കൽ ഉണ്ടാകും. നിങ്ങൾ നടന്നു വരുന്ന വഴിയിൽ പൊടിപടലങ്ങൾ നിങ്ങൾ ദേഹത്ത് സ്പർശിച്ചിട്ടുണ്ടെങ്കിൽ ആ പൊടിപടലങ്ങളുടെ അടയാളവും നാളെ പരലോകത്തുണ്ടാവും. നിങ്ങൾ നടന്നു വന്ന വഴിയിൽ നിങ്ങൾ ചെരുപ്പിൽ പിടിച്ച പൊടിയുണ്ടല്ലോ, അതിന് പോലും കൂലി കൊടുക്കുന്ന ഒരു നാഥൻ, അതിലും നന്മയുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ നന്മ പോലും കൊണ്ടുവരുമെന്ന് പറയുമ്പോ മനുഷ്യരെ അങ്ങനെയാണ് അള്ളാഹു കാണുന്നത്. മനുഷ്യന്റെ വിഷയത്തിൽ അജബൽ ലി അംറിൽ മുഅ്മിൻ, വിശ്വാസിയുടെ കാര്യം അത്ഭുതം തന്നെയാണ്. അവൻ എവിടെ തൊട്ടാലും നന്മ തന്നെയെന്ന്. നമ്മൾ എന്ത് ചെയ്താലും നന്മയാക്കാൻ അള്ളാഹു കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് ഏതും പറയുന്നതും പ്രവർത്തിക്കുന്നതും ചലിക്കുന്നതും എല്ലാം നന്മയിലാകട്ടെ. മോശമായ ഒരു ചിന്താഗതിയും കടന്നുകൂടാൻ പാടില്ല. മൂന്നാമത് വളരെ പ്രധാനമായി നമ്മൾ ഇനി ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് ഇസ്തിഖാമത്താണ്. നമ്മൾ ഇവിടെ റമദാൻ മാസം വന്നു, റമദാൻ വന്നതോടുകൂടി നമുക്ക് വ്യക്തമായൊരു മാറ്റം എല്ലാ മനുഷ്യരിലും ഉണ്ട്. അതില്ല എന്ന് പറയാൻ കഴിയില്ല. എല്ലാ മനുഷ്യരിലും ആ മാറ്റമുണ്ട്. ഈ കൃത്യമായി നമസ്കരിച്ചുകൊണ്ടിരുന്ന, കൃത്യമായി അള്ളാഹുവിനെ ആരാധിച്ചുകൊണ്ടിരുന്ന മനുഷ്യർ അതിൽ കൂടുതൽ ചെയ്യാൻ തുടങ്ങി, കൂടുതൽ അവർ നാവിനെ നിയന്ത്രിക്കാൻ തുടങ്ങി, കൂടുതൽ ആരാധനകൾ ശ്രദ്ധിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരുപാട് നന്മകൾ എല്ലാ മനുഷ്യരിലും മാറ്റമുണ്ടായി. വിശ്വാസികൾ അണുവളവിന്റെ തൂക്കത്തിലെങ്കിലും ഈമാൻ നെഞ്ചകത്തുള്ള ഏതൊരു വിശ്വാസിയെയും സ്വാധീനിക്കാനും അവർ ജീവിതത്തിൽ ചലനമുണ്ടാക്കാനും റമദാന് കഴിയാറുണ്ട് എന്നുള്ളതാണ് റമദാന്റെ പ്രത്യേകത എന്നുള്ളത്. അപ്പൊ ആ റമദാൻ മാസം വന്നത് മുതൽ ഇതുവരെ നമുക്ക് വലിയ മാറ്റം ഉണ്ടായി. ഈ മാറ്റങ്ങൾ തുടരുക എന്നുള്ളതാണ് ഇനി നമ്മുടെ ജീവിതത്തിൽ വേണ്ടത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. റമദാൻ കഴിഞ്ഞു, പെരുന്നാളും കഴിഞ്ഞു, അടുത്ത ദിവസം നമുക്ക് ഉച്ചയ്ക്ക് ആഹാരം കഴിക്കണം. കഴിച്ചുകൂടെ? നമുക്ക് കഴിക്കാം. നമുക്ക് അതിനുള്ള തുടർന്ന് 6 നോമ്പുകൾ, സുന്നത്ത് നോമ്പുകളുണ്ട്. ആ നോമ്പുകൾ ഇല്ലാത്ത പക്ഷം സ്വാഭാവികമായി നമുക്ക് ആഹാരം കഴിക്കാം. ഈ നോമ്പുകൾ കഴിഞ്ഞാൽ പിന്നെയും നമുക്ക് ആഹാരം കഴിക്കാം. ആഹാരം കഴിക്കാൻ എടുത്ത് വെക്കുമ്പോൾ നമുക്ക് ആഹാരം കഴിക്കാൻ തോന്നില്ല. എന്തുകൊണ്ടാണ്? വെള്ളം കുടിക്കാൻ എടുത്ത് ചുണ്ടുവടിക്കുമ്പോൾ പെട്ടെന്ന് ഒരു കൈ ആരോ പിടിച്ചതുപോലെ നമുക്ക് വെള്ളം കുടിക്കാമോ പകൽ എന്ന് കുറെ ദിവസം തോന്നും. പകൽ ആഹാരം കഴിക്കാമോ എന്ന് നമുക്ക് ചില ദിവസങ്ങളിൽ തോന്നും. എന്തുകൊണ്ട്? 30 നാളുകൾ നമ്മൾ പകൽ ആഹാരം കഴിച്ചിട്ടില്ല, 30 നാളുകൾ നമ്മൾ പകൽ വെള്ളം കുടിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ 30 ദിവസത്തിന്റെ ജീവിതശീലം നമ്മളെ ബാധിക്കും, നമ്മളെ സ്വാധീനിക്കും. അതുകൊണ്ട് ചില ദിവസങ്ങളിലേക്കെങ്കിലും നമുക്ക് പകലാഹാരം കഴിക്കുന്നതും വെള്ളം കുടിക്കുന്നതും ഒരു ആലോചനയുണ്ടാക്കും, ഒരല്പം അറപ്പുണ്ടാക്കും. എന്തുകൊണ്ട്? ഈ ദിവസങ്ങൾ ജീവിതശീലം അങ്ങനെയാണ്. പക്ഷെ എന്തുകൊണ്ട് മനുഷ്യരെ റമദാൻ അങ്ങോട്ട് അവസാനിക്കുന്ന ആ നിമിഷം, റമദാന് തൊട്ട് മുമ്പ് എവിടെ നിർത്തിയോ അവിടെ നിന്ന് നമ്മൾ പാപങ്ങൾ ചെയ്തു തുടങ്ങുകയാണ്. റമദാൻ ഒരു ഗ്യാപ്പിട്ട് നിൽക്കുകയാണ്. അതൊന്ന് അവസാനം റമദാനല്ലേ, അതുകൊണ്ട് ചെറിയൊരു ഇടവേള. റമദാൻ കഴിയാൻ വേണ്ടിയിരിക്കുകയാണ്. റമദാൻ കഴിഞ്ഞ നിമിഷം മുതൽ തുടങ്ങിയിട്ട് നമ്മൾ അങ്ങ് ഒരു അഴിച്ചുവിട്ട ഒരു തെരുവ് പട്ടിയുടെ അവസ്ഥയിലേക്ക് നമ്മൾ ഇങ്ങനെ പരക്കം പായണം. ഈ വിശന്ന് ഇരിക്കുന്ന ഒരു ചെന്നായെ അഴിച്ച് ഭക്ഷണത്തിലേക്ക് വിട്ടാൽ എത്ര ആർത്തിയോടെ അത് ഓടിയെടുക്കുമോ അതുപോലെയാണ് മനുഷ്യൻ തിന്മയിലേക്ക് പരക്കുന്നത്. റമദാൻ കഴിയാൻ വേണ്ടി കാത്തിരിക്കുക. പിന്നെന്താ, സിനിമയാണോ, ലഹരിയാണോ, പിന്നെ മറ്റെന്താ ഭാസത്തരങ്ങളാണോ, എന്ത് നമുക്ക് എല്ലാം തടഞ്ഞു വെക്കപ്പെട്ട കാര്യങ്ങൾ ആവേശത്തോടെ ഓടിയെടുക്കുകയാണ്. അതെങ്ങനെ സാധ്യമാവുന്നത്? അപ്പൊ റമദാൻ നമുക്ക് എന്താണ് നമുക്ക് പരിവർത്തനം ഉണ്ടാക്കിയത്? റമദാൻ എങ്ങനെ നമ്മൾ സ്വാധീനിച്ചത്? ഈ റമദാൻ ഒരു ചലനം നമുക്ക് ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ എല്ലാവർക്കും ഒപ്പം ഒഴുക്കിനൊപ്പം നമ്മൾ നീങ്ങിയത് കൊണ്ട് ഈ 30 ദിവസങ്ങൾ നമ്മൾ കുറച്ച് ജാഗ്രത പുലർത്തി, അത്രമാത്രം. അല്ലാതെ ഒന്നും ഉണ്ടായില്ല, ഒരു മാറ്റവും ഉണ്ടായില്ല. അങ്ങ് മാറ്റം ഉണ്ടായാൽ അത് ജീവിതത്തിൽ കാണണ്ടേ. ഈ റമദാൻ കഴിയുമ്പോഴും നമ്മൾ രാത്രിയാകുമ്പോൾ ഉറക്കമടരും.
നമ്മൾ 11 റക്അത്ത് നിസ്കരിച്ച ആൾക്കാരാ. പക്ഷെ നമ്മൾ എഴുന്നേറ്റ് 2 റക്അത്തെങ്കിലും നിസ്കരിച്ച് കിടക്കുമ്പോൾ, ആ 2 റക്അത്തെങ്കിലും നിസ്കരിച്ച് കിടക്കുമ്പോൾ നമുക്കതിന് സ്വാധീനമുണ്ടായി. ഈ കുറഞ്ഞ നാളുകളെങ്കിലും കൊണ്ടുപോകാൻ കഴിയണ്ടേ നമുക്ക്, കുറഞ്ഞ ദിവസങ്ങളെങ്കിലും. എന്തും സംസാരിച്ചുകൊണ്ട് നമ്മൾ സംസാരിക്കാൻ വാക്കുകൾ വരുമ്പോൾ വേണ്ട, റമദാൻ മാസമായിട്ട് വേണ്ട, ഒരു ഫിത്ന പറയണ്ട, ഗീബത്ത് പറയണ്ട എന്ന് പറഞ്ഞ് വാകടച്ച് നമ്മൾ അത് റമദാന് ശേഷവും തുടരാൻ നമ്മളെ കൊണ്ട് കഴിയണ്ടേ? കുറച്ച് ദിവസത്തേക്കെങ്കിലും. അങ്ങനെ റമദാൻ കഴിഞ്ഞും കുറെ ദിവസത്തേക്കെങ്കിലും നമ്മൾ റമദാന് കൊണ്ടുവന്ന ചിട്ടകൾ, ആ ജീവിതശീലങ്ങൾ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമ്പോഴാണ് ഒരു മനുഷ്യൻ റമദാൻ സ്വാധീനിച്ചു എന്ന് പറയാൻ കഴിയുക, റമദാൻ മാറ്റമുണ്ടാക്കി എന്ന് പറയാൻ കഴിയുക. അതാണ് ആവശ്യവും. ഈ താൽക്കാലികമായ ഒരു സമയത്ത്, പ്രത്യേകമായ ഒരു മാസത്തിലോ ദിവസത്തിലോ വന്ന് ഞാൻ നന്നായി എന്ന് പറഞ്ഞിട്ട് പിന്നെ മോശമായി പോകുന്നവനെ അല്ല അല്ലാഹുവിന് ആവശ്യം. അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് വന്ന ശഹാബി, അദ്ദേഹം വന്ന് റസൂലിനോട് ചോദിക്കണം, പുണ്യ നബിയെ, എനിക്കൊരു ചോദ്യമുണ്ട് റസൂലെ, എനിക്കൊരു ചോദ്യമുണ്ട് ഇസ്ലാമിനെ കുറിച്ച്. ആ ചോദ്യത്തിന് അങ്ങ് തരുന്ന മറുപടി എനിക്ക് വ്യക്തമായിരിക്കണം, മറ്റൊരാളോട് എനിക്ക് ചോദിക്കേണ്ടി വരരുത്, മറ്റൊരാളോട് എനിക്ക് വിശദീകരണം ചോദിക്കേണ്ടി വരരുത്. ആ വിധത്തിൽ എനിക്ക് ഇസ്ലാമിനെ ഒന്ന് വിശദീകരിക്കണമെന്ന് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഖഫി ഗോത്രത്തിൽപ്പെട്ട ഒരു ശഹാബി വന്ന് ചോദിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, വ്യക്തമായി പറഞ്ഞു തരാം, ലളിതമായ ഭാഷയിൽ പറഞ്ഞു തരാം, ആരോട് നീ ചോദിക്കണ്ട. കുൽ ആമന്തു ബില്ലാഹി സുമ്മ ഇസ്തഖിം, നീ പറയുക, നീ ആമന്തു ബില്ലാഹി, ഞാൻ അല്ലാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന് നീ പ്രഖ്യാപിക്കുക. സുമ്മ ഇസ്തഖിം, പിന്നെ ആ വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കുക എന്ന് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിരന്തരമാവുക എന്നുള്ളത്, നന്മ ജീവിതശീലമാക്കി മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത്, ഈമാൻ നെഞ്ചകത്ത് കുടിയിരുത്തിയിട്ട് ആ ഈമാനികമായ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് ശ്രമകരമായ കാര്യമാണ്. ആ ശ്രമം ഒരു മനുഷ്യൻ നടത്തുമ്പോഴാണ് അവൻ പുണ്യവാനാവുക. അതാണ് ഏറ്റവും നല്ല മനുഷ്യൻ, ഏറ്റവും നല്ല ഇസ്ലാം. ഇസ്തിഖാമത്ത് ഉണ്ടാവണം. താൽക്കാലികമായ ഏതെങ്കിലും സമയത്ത് കാണിക്കേണ്ട ആവേശമല്ല, പക്വമായ ഒരു ജീവിത വ്യവസ്ഥയെ ജീവിതത്തിലേക്ക് പകർത്തിയെടുക്കുന്നതിന്റെ പേരാണ് ഇസ്തിഖാമത്ത് എന്നുള്ളത്. അത് വേണം. അങ്ങനെയുള്ളവർക്കാണ് അള്ളാഹു കാത്തിരിക്കുന്നത്. അള്ളാഹു കാത്തിരിക്കുന്നത് അവരെയാണ്. അള്ളാഹുവിന്റെ വിരുന്ന് അവർക്ക് വേണ്ടിയാണ്. വിശുദ്ധ ഖുർആൻ സൂറത്ത് ഫുസിലത്തിൽ പറഞ്ഞല്ലോ, ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹു സുമ്മ ഇസ്തഖാമു തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫു വലാ തഹ്സനു വഅബ്ശിറൂ ബിൽ ജന്നത്തി ലത്തി കുന്തും തുഅദൂൻ. അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ആ വിശ്വാസത്തിന് ഉതകുന്ന വിധത്തിൽ ഒരു ജീവിതം, ചിട്ടയായ ജീവിതം പകർത്തിയെടുക്കുകയും അത് നിരന്തരമാക്കുകയും ചെയ്തു. ഒരു പ്രതിസന്ധിയും അയാൾ ബാധിച്ചില്ല. കാലങ്ങൾ മാറിയാലും കോലങ്ങൾ മാറിയാലും സമൂഹത്തിന്റെ ആട്ടത്തിനൊപ്പം ആടിത്തുള്ളാതെ അള്ളാഹുവിനുള്ള അടിയുറച്ച വിശ്വാസത്തോടുകൂടി ജീവിതം കൃത്യമായ ഒരു നിലപാടോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകുന്ന മനുഷ്യരുണ്ടല്ലോ, അടിയുറച്ച ഈമാനും അടിയുറച്ച കർമ്മ പദ്ധതിയുമായി ജീവിക്കുന്ന മനുഷ്യൻ, ആ മനുഷ്യന് മരണം വരുമ്പോ അയാളെ കാണാൻ കുറെ മലക്കുകൾ വരുമെന്ന്. ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമു തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫു വലാ തഹ്സനു, നീ ഭയപ്പെടണ്ട, നീ സങ്കടപ്പെടണ്ട, നീ ദുഃഖിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് കുറെ മലക്കുകൾ കടന്നു വരും. ഈ മരിക്കുന്ന മനുഷ്യന്റെ മുമ്പിലേക്ക് മലക്കുൽ മൗത്ത് വരുന്നതിന് മുമ്പ് തന്നെ ആശ്വാസവാക്കുകളുമായി മലക്കുകൾ വന്നിട്ട് ആശ്വസിപ്പിക്കും. വിജയിയാണ് നീ, പരാജയമില്ല, നീ അല്ലാഹുവിന് വേണ്ടി ജീവിച്ചു, അല്ലാഹുവിൽ വിശ്വസിച്ചു, അടിയുറച്ചു നിന്നു, ഇപ്പോഴും നീ ഈമാനിലാണുള്ളതെങ്കിൽ പിന്നെ നീ എന്തിനു ഭയക്കണം? ഭയപ്പെടേണ്ട മനുഷ്യരെ, ഭയപ്പെടണ്ട എന്ന് പറഞ്ഞുകൊണ്ട് മലക്കുകൾ കടന്നു വരും. നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തി ദുനിയാ വഫിൽ ആഖിറ. നിങ്ങൾ എന്താ കണക്കാക്കിയത്? മലക്കുകളും മനുഷ്യരും തമ്മിൽ ശത്രുതയുണ്ടെന്നോ? മനുഷ്യരുടെ വിഷയത്തിൽ മലക്കുകൾ എതിരഭിപ്രായം പറഞ്ഞു എന്നുള്ളത് വസ്തുത ആയിരിക്കാം. അങ്ങനെ ചർച്ച നടന്നപ്പോൾ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ നിങ്ങളുടെ ശത്രുക്കളാണെന്ന് കണക്കാക്കല്ലേ മനുഷ്യരെ? ഈ ദുനിയാവിലും നാളെ പരലോകത്തും വിശ്വാസികളെ നിങ്ങളെ ചങ്ങാതിമാരാ ഞങ്ങൾ, മലക്കുകൾ നിങ്ങളുടെ കൂട്ടുകാരാ ഞങ്ങള്, നിങ്ങൾ നമുക്ക് പ്രിയപ്പെട്ടവരാ. വലക്കും ഫീഹാ മാ തഷ്തഹി അൻഫുസുകും വലക്കും ഫീഹാ മാ തദഊൻ. എന്നിട്ട് പറയും, നിങ്ങൾക്ക് വേണ്ടി സ്വർഗം കാത്തിരിക്കുന്നുണ്ട്, നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തും നൽകുന്ന മാജിക്കുകളുടെ ലോകമുണ്ടല്ലോ, അത്ഭുതകരമായ ഒരു ലോകം, നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തും നൽകപ്പെടുകയും നിങ്ങളോട് വാഗ്ദാനം ചെയ്യപ്പെട്ട സർവ്വതും ഉൾക്കൊള്ളുന്ന സ്വർഗരാജ്യം നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. അതുകൊണ്ട് സന്തോഷത്തോടെ പുറപ്പെടുവെന്ന്. നുസുലം മിൻ ഗഫൂരിർ റഹീം. എന്നിട്ട് അവസാനം പറഞ്ഞ വാക്ക്, അല്ലാഹുവിൽ അടിയുറച്ച് വിശ്വസിച്ച് ജീവിതം പടച്ചവന്റെ തൃപ്തിക്ക് വേണ്ടി ത്യാഗോജ്ജലമായി നയിച്ചൊരു മനുഷ്യന് വേണ്ടിയിട്ട് അവനെ സ്വീകരിക്കാൻ വേണ്ടി മലക്കുകൾ വരുമ്പോ അവന്റെ ആത്മാവിന് ആശ്വാസം പറഞ്ഞ് സന്തോഷം പകർന്നു നൽകി അവരെ കാത്തിരിക്കുന്ന സ്വർഗീയ അനുഗ്രഹങ്ങളെ കുറിച്ച് വിശദീകരിച്ചിട്ട് അവസാനം പറഞ്ഞൊരു വാക്കുണ്ട്, നുസുലം മിൻ ഗഫൂരിർ റഹീം. അല്ലാഹു നിങ്ങൾക്ക് വേണ്ടി വിരുന്നൊരുക്കി കാത്തിരിക്കുന്നുണ്ട് എന്ന്. അല്ലാഹുവിന്റെ വിരുന്ന് അതവൻ ഒരുക്കി വെച്ചിട്ട് കാത്തിരിക്കുകയാണ് മനുഷ്യനെ.
ആരാ അതിന്റെ വിരുന്നിലേക്ക് വരാനുള്ളത് എന്ന്. നുസുലൻ മിൻ ഗഫൂരിർ റഹീം, ഏറെ പൊറുക്കുന്നവനും ഏറെ കരുണയുമുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗലോകത്ത് വിശ്വാസികൾക്ക് വേണ്ടി വിരുന്നൊരുക്കി കാത്തിരിക്കുന്നു. ആരാ വിരുന്ന് സ്വീകരിക്കാനുള്ളത് എന്ന് ഖുർആൻ. ആരാ ഉള്ളത്? അല്ലാഹുവിൽ വിശ്വസിച്ചിട്ട് ആ വിശ്വാസത്തിന് ഉതകുന്ന വിധത്തിൽ ഒരു ജീവിതം ചിട്ടയായി ജീവിതം നയിക്കാൻ തയ്യാറെടുപ്പുള്ള തന്നേടമുള്ള പ്രതിജ്ഞാബദ്ധമായി ജീവിക്കാൻ തയ്യാറുള്ളവരാരാ ഉള്ളത്? മുന്നോട്ട് വരൂ എന്ന്. സാരിയോ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർളുഹാ അസ്സമാവാതു വൽ അർള്. അരങ്ങൾ ധൃതി വെച്ച് മുന്നോട്ട് വരാൻ അത് ആവശ്യപ്പെടുന്ന അങ്ങനെ വരുന്നവർക്ക് അള്ളാഹു വിരുന്നൊരുക്കി കാത്തിരിക്കുന്നത് എന്ന്. അതുകൊണ്ട് ഈ മൂന്ന് കാര്യങ്ങൾ ഇനിയുള്ള ദിവസങ്ങൾ ഇനി അങ്ങോട്ട് കഴിഞ്ഞു പോകുമ്പോഴും ഗൗരവത്തോടെ മനസ്സിലാക്കണം. തൗബ ചെയ്തുകൊണ്ടേയിരിക്കുക, ഇസ്തിഗ്ഫാർ ഒരിക്കലും അവസാനിപ്പിക്കാൻ പാടില്ല. നമ്മൾ മനുഷ്യരായതുകൊണ്ട് തന്നെ നമ്മൾ തെറ്റുകാരാണ്. ആ തെറ്റുകൾക്ക് നിരന്തരമായ അള്ളാഹുവിനോട് മാപ്പുകൾ ചോദിച്ചുകൊണ്ടേയിരിക്കണം. അതോടൊപ്പം തന്നെ നമ്മൾ ഇനി വെക്കുന്ന ഓരോ സ്റ്റെപ്പുകളും ഓരോ വാക്കുകളും ഓരോ പ്രവൃത്തിയിലും നന്മയുണ്ടാകണം. നല്ലത് ചെയ്തുകൊണ്ടേയിരിക്കുക. റമദാൻ മാസം അവസാനിക്കുന്നതിന് മുമ്പ് ധാരാളമായി ചെയ്യുകയും റമദാന് ശേഷവും ഇത്തരം നന്മകൾ അത് തുടരാൻ നമ്മളെ കൊണ്ട് കഴിയണം. ഇസ്തിഖാമത്ത് അത് പ്രധാനപ്പെട്ട കാര്യമാണ്. അടിയുറച്ചു നിൽക്കുക. ഈമാൻ പ്രഖ്യാപിച്ചാൽ മാത്രം പോരാ. റമദാനിലെ മാറ്റങ്ങൾ അത് താൽക്കാലികമായി റമദാൻ മാസം അവസാനിച്ചാൽ പോരാ. ഈ മാറ്റങ്ങൾ ജീവിതത്തിലുടനീളം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കണം. അവിടെയാണ് നമുക്ക് വിജയമുള്ളത്. എപ്പോഴാണ്? അടുത്ത റമദാൻ വരെ നമുക്ക് ഉണ്ടാകും. നമ്മൾ അത് വരുമ്പോൾ ആ റമദാൻ ആവുമ്പോൾ പിന്നെയും പശ്ചാത്താപത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുമല്ലോ. അപ്പോൾ പിന്നെ പശ്ചാത്തപിക്കാം. അതുകൊണ്ട് റമദാൻ കഴിഞ്ഞ പാടെ ഇനി പാപത്തിലേക്ക് ഇറങ്ങാമെന്നും കുറ്റങ്ങളിലേക്ക് ഇറങ്ങാമെന്നും ആരെങ്കിലും മുൻപതിയോടെ സമീപിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ചിന്ത തന്നെ വലിയ തെറ്റാണ്. നിങ്ങൾ ഇറങ്ങി ചെല്ലുന്ന ആദ്യ തിന്മയിൽ തന്നെ നിങ്ങൾ പിടിക്കപ്പെട്ടാൽ ഈ റമദാൻ ഗുണം നിങ്ങൾക്ക് ഉണ്ടാവില്ല. നിങ്ങൾ ഇറങ്ങി പോകുമ്പോൾ ആദ്യ തിന്മയിൽ തന്നെ നിങ്ങൾ പിടിക്കപ്പെടുകയാണ്. അതിനപ്പുറത്തേക്ക് ആയുസ് നീട്ടി കിട്ടിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ റമദാൻ പോലും നിങ്ങൾക്ക് ഉതകൂല്ല, ഉപയോഗപ്പെടുന്ന സാധ്യതയില്ല. അതുകൊണ്ട് ഗൗരവത്തോടെ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ചിന്തിച്ച് ഗൗരവത്തോടെ കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ.